സീറ്റ് ജയന്തന് കൊടുക്കാൻ വേണ്ടി അന്നത്തെ CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AC മൊയ്തീൻ, ഇന്നത്തെ മന്ത്രി AC മൊയ്തീൻ ഇടപെട്ടാണ് ജയന്തന് സീറ്റ് വാങ്ങിക്കൊടുത്തത്. അതായത് ഈ കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിലും മന്ത്രിസഭയിൽ നിന്നും ജയന്തനെ സംരക്ഷിക്കണം, സക്കീർ ഹുസൈനെ ഇപ്പോൾ എറണാകുളത്ത് സംരക്ഷിക്കുന്നത് പോലെ ജയന്തനെ സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഉന്നതർ ഈ കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിലുണ്ട്. മറ്റൊന്ന്, ശ്രീ കെ രാധാകൃഷ്ണൻ പറഞ്ഞു 3.5 ലക്ഷം രൂപ എമൗണ്ട് അദ്ദേഹം പറഞ്ഞു എന്ന് എനിക്കറിയില്ല. 3.5 ലക്ഷം രൂപ കൊടുത്ത് ഈ കേസ് മുമ്പ് തന്നെ ഒത്തുതീർപ്പായി. ഞാൻ ചോദിക്കട്ടെ, റഹീം വക്കീലാണല്ലോ, ഒരു ബലാത്സംഗ കേസ് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാമെന്ന് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അതായത് റഹീം ആദ്യം പറഞ്ഞ ഇന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റു 2 കേസുണ്ട്. ഇപ്പൊ 2012 DYP നേതാവ് കറുകപ്പള്ളി സിദ്ദിഖിനെതിരെ കൊച്ചിയിൽ കൊടുത്തിരുന്ന പരാതി, ആ പരാതിയിൽ അന്വേഷണം നടന്നിട്ടില്ല. അതല്ല, അത് ഈ റഹീം പറഞ്ഞ പോലെ ഈ അവാർഡ് കിട്ടിയ സർക്കാരിന്റെ കാലത്തുള്ളതാണ്. 2015 കാലഘട്ടത്തിലാണ് അവാർഡ് കിട്ടിയത്, എങ്കിലും ആ സർക്കാർ ഭരിച്ചിരുന്ന കാലത്തുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യവും. 2015 ഈ അവാർഡിനെ പരിഗണിക്കുന്നതിൽ പ്രധാനമായി ഞാൻ മറ്റൊരു ചാനലിലും പറഞ്ഞു, മർഡർ കേസ് അതോടൊപ്പം തന്നെ കൊഗ്നൈസബിൾ ഒഫൻസസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ്. അല്ലാതെ നടക്കുന്ന എല്ലാ അതിൽ വന്നതിൽ 2014-15 367 മർഡർ ഉണ്ടായിരുന്നത് അടുത്ത വർഷമായപ്പോഴേക്കും 334 കുറഞ്ഞു കേരളത്തിൽ. ഇതാണ് ഇന്ത്യ ടുഡേ മെയിനായിട്ട് അവർ എടുത്തിരിക്കുന്ന ഒരു മാനദണ്ഡം. ഇവിടെ പക്ഷേ അല്ലല്ല, ഇന്ത്യ ടുഡേയുടെ അവാർഡിനേക്കാളും വലിയ പുരസ്കാരം നേടിയതാണ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്. വേറെ ഈ പുരസ്കാരങ്ങൾ ലഭിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളില്ല. ഈ പല കേസുകളിലും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കട്ടെ. ഈ കറുകപ്പള്ളി സിദ്ദിഖിനെ കുറിച്ച് റഹീമൊക്കെ CPMന്റെ നേതാക്കൾ ചർച്ച ചെയ്യേണ്ടതാണ്. കറുകപ്പള്ളി സിദ്ദിഖ് എന്ന് പറയുന്നത് നിങ്ങളുടെ DYFIയുടെ ആ പ്രാദേശികമായിട്ട് യൂണിറ്റിൻ്റെ ചാർജുള്ള വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ചാർജ് ചെയ്ത് മാറ്റി. ഇദ്ദേഹം പല ദിവസങ്ങൾ, ഞാൻ സാക്ഷികളെ ഉൾപ്പെടെ ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞുതരാം, പേര് പറഞ്ഞുതരാം. ശ്രീ EP ജയരാജൻ, മുൻ മന്ത്രി, നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പല ദിവസങ്ങളിലും എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ രാത്രികാലങ്ങളിൽ വന്നിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ പോകുന്നത് കറുകപ്പള്ളി സിദ്ദിഖായിരുന്നു. കറുകപ്പള്ളി സിദ്ദിഖിന്റെ വീട്ടിൽ CPM പരാതിക്കാരൻ കൊടുത്തിരിക്കുന്നത് അന്ന് ഗോവിന്ദൻ മാസ്റ്ററുടെ കൈവശമാണ് ഈ പരാതി കൊടുത്തത്. പാർട്ടി അന്വേഷിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പരാതിക്കാരൻ എന്നോട് ഇപ്പൊ തൊട്ടു മുമ്പ് ഒരു ചർച്ചയിലുണ്ടായിരുന്നു. ആ ചർച്ചയിൽ മനോരമയിൽ ചർച്ച തീർത്തിരുന്നില്ലേ കണ്ടാൽ അദ്ദേഹം പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണന്റെ കയ്യിലും MB ഗോവിന്ദൻ മാസ്റ്ററുടെ കയ്യിലും ഞാൻ പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്തപ്പോഴേക്ക് അവർ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു, പാർട്ടി പഠിക്കട്ടെ എന്ന് പറഞ്ഞു. മണി എന്ന പേരുള്ള ഒരു സഖാവിന്റെ അടുത്തേക്ക് അയച്ചു, എന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു, ഒരു ആക്ഷനും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ പക്ഷേ റഹീം പറയുന്ന കാര്യമുണ്ട്, അന്ന് ഭരിച്ചിരുന്നത് UDF സർക്കാരാണ്. പോലീസിലേക്ക് പരാതി എത്തിയില്ല, അതിനു മുമ്പ് തന്നെ പാർട്ടിയിലെത്തി, പാർട്ടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പാർട്ടി അന്വേഷിച്ചപ്പോൾ ഈ കറുകപ്പള്ളി സിദ്ദിഖിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പാർട്ടി വിലയിരുത്തി. പിന്നെ പരാതിക്കാരന് പേടി കാരണം പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനൊന്ന് കംപ്ലീറ്റ് എനിക്കും കൂടെ ആൻസർ പറയാം. അതെ മഞ്ജുഷേ, ഞാനീ പറഞ്ഞു എന്ന് കരുതിയിട്ട് CPMന്റെ മാത്രം പ്രശ്നമല്ല. മാത്രമല്ല, ഈ കറുകപ്പള്ളി സിദ്ദിഖും സക്കീർ ഹുസൈനും ജയന്തനുമൊക്കെ ഒരു ദിവസം രാവിലെ ഒരു മഴയത്ത് കൂണുപോലെ മുളച്ചു വന്നതല്ല. പതിറ്റാണ്ടുകളായി എറണാകുളത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുണ്ടായിസ് നടത്തുന്ന ഒരു മാഫിയുണ്ട്. അവിടെ തഴച്ചു വളർന്ന ബിസിനസ് ഏതാ? റിയൽ എസ്റ്റേറ്റ്. അതുപോലുള്ള മാഫിയകൾ. ഈ മാഫിയകൾ UDF ഭരിക്കുമ്പോഴും ഇവർക്ക് പിന്തുണയുണ്ട്, ഇവർക്ക് സപ്പോർട്ടുണ്ട്. UDF ഭരിച്ചിരുന്നപ്പോഴും സക്കീർ ഹുസൈൻ്റെ മേൽ 16, അതിൽ കുറച്ച് കേസുകൾ സമരത്തിൻ്റെ കേസുകളാണ്. ബാക്കി കേസുകളൊക്കെ തന്നെ ഇതുപോലെ കൂലിത്തല്ല്, അതോടൊപ്പം തന്നെ കട ഒഴിപ്പിക്കൽ, കേസുകളാണ്. UDFന്റെ സമയത്ത് നിങ്ങൾക്ക് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ ഗുണ്ടകൾക്ക്. ശ്രീ അനിലക്കര, ഇതുപോലൊരു ചർച്ചയിൽ ഇതുപോലെ ശുദ്ധ നുണ പറയരുത്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അങ്ങ് വീണ്ടും നുണ തന്നെ ആവർത്തിക്കും. എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് ഉദ്യോഗസ്ഥർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു. സജീവൻ ഇലക്ഷൻ സമയത്ത് തൃശ്ശൂരിലല്ല ജോലി ചെയ്തിരുന്നത്, എറണാകുളം ഹിൽ പോലീസ് സ്റ്റേഷന്റെ CA ആയിരുന്നു അദ്ദേഹം ഇലക്ഷൻ സമയത്ത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? എൻ്റെ ഊഴമാണ് പിന്നെ കയറി പറഞ്ഞോളരുത്, എനിക്ക് പറയാൻ അവസരം തരണം. എന്തെങ്കിലും ചലഞ്ചുണ്ടോ? ഇതുപോലെയുള്ള ശുദ്ധ നുണകൾ അതല്ല. ശ്രീ മഞ്ജുഷ്, ഞാൻ പറഞ്ഞു ജില്ലയിലുള്ള ഉദ്യോഗസ്ഥരായാലും ഞങ്ങൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചു. 3 വനിതാ പോലീസ് IPSകാരുടെയും ഒരു CI റാങ്കിലുള്ള വനിതാ ഉദ്യോഗസ്ഥയുടെയും സൂപ്പർവിഷനിലും ഇടപെടലിലുമാണ് ഈ അന്വേഷണം നടക്കുന്നത്. എവിടെ വേണമെങ്കിലും അവർക്ക് ഇടപെടാം, ഏത് ഘട്ടത്തിലും പറയാം. ഇതിൽ പറയുന്നതിനെല്ലാം താഴെയാണ് ശ്രീ ഗോപാലകൃഷ്ണനായാലും ഈ പറയുന്ന സജീവനായാലും എല്ലാം വരുന്നത്. ശ്രീ അനിലക്കര, ഞാൻ സജീവൻ്റെ കാര്യം പറയാൻ കാരണം സ്പെസിഫൈ ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ആവർത്തിച്ചു. ഞാനത് ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം വീട് എന്നെ തിരുത്താൻ ശ്രമിച്ചു. പച്ചക്കള്ളം വീണ്ടും എന്തിനാണ് പറയുന്നത്?
അറിഞ്ഞൂടാങ്കിൽ അറിഞ്ഞൂടാതെ പറയണം, ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. അദ്ദേഹം അങ്ങനെ ആധികാരികമായി പറയാൻ പാടുണ്ടോ? ഇവരുടെ കാലത്ത് തൃശ്ശൂർ ഈസ്റ്റിൽ വെച്ച ആളാണ്, ഞങ്ങളുടെ ഫ്രാക്ഷൻ ആളിനെ നിങ്ങൾ വെച്ചോ, നിങ്ങൾ പറയാത്. 2, ഇവിടെ ശ്രീ രാജേഷ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിരത്തുണ്ടായി. ശ്രീ രാജേഷ്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ, ഞങ്ങൾ പാർട്ടി ലക്ഷക്കണക്കിന് ആൾക്കാരുള്ള ഒരു പാർട്ടിയാണ്, ഒരു മാസ് ഓർഗനൈസേഷനാണ്. അതിനകത്ത് നിങ്ങളുടെ പാർട്ടിയിലും വരാം, ഞങ്ങളുടെ പാർട്ടിയിലും വരാം, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു എലമെൻറ്റ് വന്നു പോയാൽ, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നാൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മെഷർമെൻറ്റ് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ പറയുന്ന സക്കീർ എന്ന ഡിവൈഎഫ്ഐയുടെ ഭാഗമല്ല, അയാൾ പാർട്ടി മെമ്പർ പോലുമല്ല. സിദ്ദീഖ് CPIM-ന്റെ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളാണ്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, അല്ല പറയാൻ തുടങ്ങിയത് കൊണ്ടാണ്. 2, ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് ചുമതല അയാൾ അതൊന്ന് പുറത്താക്കി, ഡിവൈഎഫ്ഐന്ന് പുറത്താക്കി, CPM-ന്റെ മെമ്പർഷിപ്പിൽ പോലും വന്നിട്ടില്ല. 2, ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ ഞങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ എന്ത് സമീപനം എടുത്തേ? താങ്കളുടെ ജില്ലയാണല്ലോ തിരുവനന്തപുരം. തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂട് സഹകരണ ബാങ്കിൻ്റെ കവർച്ച കേസിലെ പ്രധാന പ്രതി, അവരുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച് നിങ്ങളുടെ നേതാവാണ്. നിങ്ങൾ പുറത്താക്കിയ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം നഗരത്തിലുടനീളം നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. ആ പോസ്റ്റർ CPM നിങ്ങളെ കൊന്നു എന്നാണ്. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട കുപ്രസിദ്ധരായ 2 ഗുണ്ടാസംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടൊരു ചെറുപ്പക്കാരുടെ പടം വെച്ചാണ് നിങ്ങൾ ഇറക്കിയത്. ഞാൻ പറയട്ടെ, അത് 2 കുപ്രസിദ്ധരായ ഒരു ചാനൽ പോലും അല്ലാതൊരു, അത് നിങ്ങൾ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു. അതെല്ലാം പോട്ടെ, വരുൺ ഗാന്ധിക്കെതിരെ നിങ്ങളൊരു നടപടി എടുത്തോ? അല്ല, ഞാൻ പറയട്ടെ. അല്ല, ഉണ്ടേ BJP ഞങ്ങൾക്ക് ഇതിനകത്ത് മഞ്ജുഷേ, ഞാൻ പറയട്ടെ, ശ്രീ മഞ്ജുഷേ, ഒന്നുമല്ല, ദേഷ്യപ്പെടുന്നതല്ല മഞ്ജുഷേ. ഞാൻ പറയാൻ ശ്രമിച്ചത് ചർച്ച അല്ല, വടക്കാഞ്ചേരിയിലേക്ക് മാത്രം ഒതുക്കണ്ട, അമേരിക്ക പോണ്ടാന്ന് പറയുമ്പോൾ തന്നെ അതും ബാധകമാണ്. ഇല്ല, ഒന്നുമില്ല, ഒരിക്കലുമല്ല. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള എലമെന്റുകളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഞങ്ങൾ എടുക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നിലപാടെടുത്ത അങ്ങനെയെങ്കിൽ ജയന്തൻ ഇപ്പോഴും തുടരുകയാണ്. ഇത്തരത്തിലുള്ള ഒരു എലിമെന്റുകളെയും നിങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഞാൻ റഹീമിനോട് ചോദിക്കട്ടെ, SFIയുടെ ആദ്യത്തെ രക്തസാക്ഷി ആരാ? പട്ടാമ്പി സംസ്കൃത കോളേജിൽ SFIയുടെ ആദ്യത്തെ രക്തസാക്ഷി ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ നിങ്ങളുടെ പഴയ MLA ബാബു M പാലിശ്ശേരി. ശങ്കരനാരായണൻ സൈദാലി വധക്കേസിലെ 13ാം പ്രതി ശങ്കരനാരായണൻ പേര് മാറ്റി ബാബു M പാലിശ്ശേരി എന്ന പേരിൽ കേരള നിയമസഭയിൽ അംഗമായി 2 തവണ നിങ്ങൾ മത്സരിക്കാൻ അനുമതി കൊടുത്തു. ഇന്ന് കേരള ഹൈക്കോടതിയിൽ ആൾമാറാട്ടം നടന്നതിന്റെ കേസ് അവിടെ നിൽക്കുകയാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. കോലാലംബ് എന്ന് പറയുന്ന സ്ഥലത്തെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുണ്ടായ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സെക്രട്ടറിയെ തരം താഴ്ത്തി. മറ്റു വിഷയങ്ങളിലേക്ക് ഒരു സെക്കൻഡ്. ഈ വടക്കാഞ്ചേരി കേസ് അട്ടിമറിക്കുന്നുവെന്ന് UDF ആവർത്തിച്ച് പറയുകയാണ് എന്ന് രമേശ് ചെന്നിത്തലയും പറയുന്നു, താങ്കളും ഒക്കെ പറയുന്നു. നിങ്ങളുടെ ആശങ്ക ഈ IPS ഉദ്യോഗസ്ഥർ അല്ലാതെ ആരും അവിടെ ഇരിക്കരുത് എന്നാണ്. ഈ IPS ഉദ്യോഗസ്ഥർക്ക് എന്താണ് ഇതിൽ ഒരു മേൽനോട്ടവും ഇല്ല എന്നാണോ UDF പറയുന്നത്? ഇപ്പോൾ മറ്റുദ്യോഗസ്ഥരുടെ കാര്യമെല്ലാം ഇവിടെ AA റഹീം വിശദമായി പറയുകയുണ്ടായി. അവർ UDF-ന്റെ കാലത്തും ഉണ്ടായിരുന്നവർ തന്നെയാണ്. അന്ന് വിശ്വാസവും ഇന്ന് അവിശ്വാസവുമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇനി ആര് വരണം ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി? അല്ല മഞ്ജുഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയിട്ട് 5 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ കേന്ദ്രത്തിൽ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോയിട്ട് 2.5 വർഷം കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഞങ്ങളുടെ ആരോപണങ്ങൾ പറയലാണ് ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തമെങ്കിൽ, ഞങ്ങളുടെ കുറ്റമാണ് ഈ ഗവൺമെന്റിന് ഭരിക്കാൻ കഴിയാത്തെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭരിക്കാനുള്ള ഇനി അധികാരമില്ല. നിങ്ങളെ ഭരിക്കാനാണ് ഏൽപ്പിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ഭരണം ഭംഗിയായി പോകും, ഞങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. ഞാനിവിടെ സൂചിപ്പിച്ചത് ഇവിടെ ഈ സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കാലത്താണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഞങ്ങളുടെ കാലത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്? സംഭവം എന്ന് പറയുന്നത് ഈ സ്ത്രീക്ക് നീതിയുമായി വരുന്ന സമയത്താണ്. 2012 മുതൽ 2014 വരെ ജയന്തന്റെ തറവാട്ട് വീട്ടിലാണ് ഈ കുടുംബം താമസിച്ചിരുന്നത്. അതിനുശേഷം 2014 ഇതുമായി ബന്ധപ്പെട്ട് അവർ വാടക വീട്ടിലേക്ക് പോകുന്നു.
അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ പീഡനം നടക്കുന്നു. അതിനുശേഷം വീണ്ടും ജയന്തനെ വളർന്ന് അവിടെ പീഡനം നടത്തുന്നു. അതിനുശേഷം 2015 ഗൾഫിലേക്ക് പോകുന്നു. 2016 ജൂലൈ മാസത്തിൽ ഈ സ്ത്രീ നാട്ടിലേക്ക് വരുന്നു. ആഗസ്റ്റ് മാസം 13-ാം തീയതി കേസ് കൊടുക്കുന്നു. 16-ാം തീയതി FIR ഇടുന്നു. 17-ാം തീയതി 164 സ്റ്റേറ്റ്മെന്റ് ഇടുന്നു. ഇവിടെ ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന DGPയുടെ കയ്യിൽ ഇവർ പോയി നവംബർ മാസം 4-ാം തീയതി പെറ്റീഷൻ കൊടുക്കുന്നു. 4 കഴിഞ്ഞു, 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു. ഈ FIRനകത്ത് ഒരു പുനഃക്രമീകരണം നടത്തിയിട്ടില്ല. പ്രതികൾ മുന്നോട്ട് പോകുന്നു. ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതെ, അതിനുവേണ്ടിയാണ് അന്വേഷണ സംഘം. അതിനാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. 2 IPS ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും അവിടെയുണ്ട്. ഇന്ന് അതിനുവേണ്ടി മൊഴിയും എടുത്തു. ഇനി ഈ അന്വേഷണ സംഘത്തിൽ എന്ത് മാറ്റം, അനിലക്കര ഇനി എന്ത് മാറ്റം വരുത്തണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട പോയിന്റിലേക്കാണ് വരുന്നത്. ഈ അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴും ഇതിന്റെ കേസ് അന്വേഷിക്കുന്നത് മെഡിക്കൽ കോളേജിലെ പോലീസ് സ്റ്റേഷനിലെ SI ആണ്. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി എന്ന് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച കേരള ഹൈക്കോടതിയിൽ വടക്കാഞ്ചേരിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിലുള്ള കേസ് കോഷ് ചെയ്യാനുള്ള നടപടികളുടെ എല്ലാ നടപടിക്രമവും CPM പൂർത്തിയാക്കി. കേരള ഹൈക്കോടതിയിൽ നിന്നും ഈ കേസ് എങ്ങനെയെങ്കിലും കോഷ് ചെയ്യണം. അതിനു മുമ്പ് FIRൽ ഭേദഗതി വരരുത്, പുനർക്രമീകരണം വരരുത്, പുതിയ പ്രതികൾ ഉണ്ടാകരുത്, പുതിയ കേസുകൾ അതിനകത്ത് ഉണ്ടാകരുത് എന്ന ഫ്രാക്ഷൻ തീരുമാനം അവർ നടപ്പിലാക്കിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നിയന്ത്രിക്കുന്നത് CPMന്റെ ഫ്രാക്ഷനാണ്. VV രാജേഷ്, ഇങ്ങനെ ഒരു ആരോപണം BJPക്ക് ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. തീർച്ചയായും ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ, ഈ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ആശങ്കകളുണ്ട്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ, ബുധനാഴ്ച ഞങ്ങൾ AC മൊയ്തീൻ മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് ഉൾപ്പെടെയുള്ള അല്ല മഞ്ജുഷേ, ADG ഞാനൊന്ന് കംപ്ലൈന്റ് ചെയ്തോട്ടെ. ഞങ്ങൾക്ക് സംശയം ഈ K രാധാകൃഷ്ണന്റെയും മധുവിന്റെയും പേരിൽ ഒരു ആക്ഷനും എടുത്തിട്ടില്ല. മാത്രവുമല്ല ജയന്തനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ജയന്തൻ്റെ പാർട്ടി കൗൺസിലർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. അതിനർത്ഥം ജയന്തനോട് വിത്തിൻ എ ഷോർട്ട് പീരീഡ് ഞങ്ങൾ ജയന്തനെ സംരക്ഷിച്ചോളാം എന്ന് വാക്ക് കൊടുത്തിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ പലരുടെയും പേരുകൾ പല കാര്യങ്ങളിലും പുറത്തു വരും. ഇവിടെ റഹീം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. റഹീമെ, നിങ്ങൾ DYFIയുടെ മെമ്പർഷിപ്പിൽ നിന്നും കറുകപ്പള്ളി സിദ്ദിഖിനെ മാറ്റി. പക്ഷേ കറുകപ്പള്ളി സിദ്ദിഖ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ കൊള്ളരുതായ്മകളൊക്കെ നടത്തിയത് DYFI പ്രവർത്തനമായിരുന്നപ്പോഴാണ്. അത് പുറത്തു വന്നപ്പോഴാണ് നിങ്ങൾ മാറ്റിയത്. വേറൊന്നും നിങ്ങൾ ചോദിച്ചു, സക്കീർ ഹുസൈനെ നിങ്ങൾ എറണാകുളത്ത് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. നിങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം തുടരുന്നു, സ്പോർട്സ് കൗൺസിലിൽ അദ്ദേഹം തുടരുന്നു. ഞാൻ പറഞ്ഞ നേരത്തെ മധുവിൻ്റെ പേര് പെൺകുട്ടി പരസ്യമായിട്ട് പറഞ്ഞു. പക്ഷേ നിങ്ങൾ മധുവിനെ കൗൺസിലർ സ്ഥാനത്ത് മധു തുടരുന്നു. അപ്പോൾ ആർക്കെതിരെയും ഒരു ആക്ഷനും നിങ്ങൾ എടുത്തിട്ടില്ല. ഇത്രത്തോളം മാധ്യമ ചർച്ച ആയതിനു ശേഷമാണ് ചില നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പാർട്ടി തലത്തിൽ ചെറിയ നടപടികൾ. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വേറെ നിങ്ങൾ കണ്ണമ്മൂലത്തെ കാര്യം പറഞ്ഞു. മരിച്ച ഒരു പ്രവർത്തകൻ മുകളിൽ നിൽക്കുമ്പോഴേക്കും, ഒരു ജീവൻ നിൽക്കുമ്പോഴേക്കും റഹീം ഒരിക്കലും ഗുണ്ടാപ്പയാണെന്ന് പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം പാർട്ടി അന്വേഷിക്കുമ്പോഴും സക്കീർ ഹുസൈൻ എന്തുകൊണ്ടാണ് പോലീസ് വലയിൽ വീഴാത്തത്? ഇന്നും പാർട്ടി അന്വേഷിക്കുമെന്നാണ് CPM സെക്രട്ടേറിയറ്റ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സക്കീർ ഹുസൈൻ ഇപ്പോഴും പോലീസ് വലയിൽ വീണിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം